ഒരു വീക്ക്ലി സെൽഫ് കെയർ റുട്ടീനാണ്. എണ്ണ തേച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി ആദ്യം മുടിയിലെ ജടയൊക്കെ നല്ല രീതിയിൽ കളഞ്ഞതിന് ശേഷം ഞാനിവിടെ കാച്ചി എണ്ണ തേച്ച് കൊടുക്കുകയാണ്. ഇത് ഞാൻ തന്നെ കാച്ചിയെടുത്ത എണ്ണ. ഞാൻ മെയിനായിട്ട് ഇങ്ങനെ സ്കാൽപ്പിൽ കുറേ എണ്ണ വരിക്കോരി തേക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തിൽ നല്ല രീതിയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കും. എന്നിട്ട് സ്കാൽപ്പിൽ ചെറുതായിട്ടൊന്ന് തേച്ചതിന് ശേഷം നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ സ്കാൽപ്പിലോട്ട് എണ്ണ അടുപ്പിക്കേ വേണ്ട. മസാജ് ചെയ്ത് കൊടുക്കുമ്പം ഇങ്ങനെ ഒരു സർക്കുലർ മോഷനിൽ നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് മസാജ് ചെയ്യണം. നെയിൽസ് വെച്ച് റബ്ബ് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഹെയർ ഫോൾ കൂട്ടാൻ വേണ്ടിയിട്ട് അത് കാരണമാകും. അങ്ങനെ മസാജിങ് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മുടി ചെറിയൊരു ബണ്ണാക്കുന്നുണ്ട്. അധികം ടൈറ്റ് അല്ലാതെ ബണ്ണായിട്ട് കെട്ടണം. ഇത് ഒരു 10 to 15 മിനിറ്റ്സ് ഞാൻ എൻ്റെ തലയിൽ അങ്ങനെ തന്നെ വിടും. അതിനുശേഷം ഞാനിവിടെ സവാളിൻ്റെ നീരാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഡാൻഡ്രഫ് കുറയ്ക്കാനും ഹെയർ ഫോൾ കുറയ്ക്കാനും അതുപോലെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും ഒക്കെ അടിപൊളിയാണ്. ഹെയർ സെക്ഷൻസ് ആക്കിയതിന് ശേഷം എൻ്റെ സ്കാൽപ്പിലും അതുപോലെ തന്നെ ലെങ്ത്തിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അതും അധികം ടൈറ്റ് അല്ലാത്ത ഒരു ബണ്ണായിട്ട് കെട്ടി വെക്കുന്നുണ്ട്. ഇത് ഞാനൊരു 5-10 അത്ര സമയം വെക്കത്തുള്ളൂ. പിന്നെ ഇന്ന് നമുക്ക് വേറെയും കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ട് ഇത് അധിക സമയം അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. ഇന്ന് ഹെയറും ഫേസും ബോഡിയൊക്കെ കെയർ ചെയ്യുന്ന ഒരു ദിവസമാണ്. വീക്കിൽ വൺസ് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതിനുശേഷം ഞാനൊരു ഫേസ് പാക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കസ്തൂരി മഞ്ഞളും തേനും പിന്നെ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഈ കസ്തൂരി മഞ്ഞൾ വാങ്ങുമ്പോൾ മഞ്ഞ കളറിലെ പൊടി വാങ്ങാതെ ചെറിയൊരു ക്രീം കളറിലെ ഒരു പൊടി കിട്ടും. അതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. നമ്മൾ ഈ മഞ്ഞ കളർ പൊടി വാങ്ങിച്ച് തെക്കുന്നത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളല്ല. അങ്ങനെ അതും മുഖത്തും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹൈഡ്രേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ബോഡിയിൽ ഒരു ഓയിൽ മസാജ് ചെയ്യാതെ കരുതി ഇത് നാൽപ്പാമരാതി തൈലമാണ്. അത് ഞാൻ കയ്യിലും കാലിലൊക്കെ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും ബോഡിയിൽ അങ്ങനെ തന്നെ വച്ചിരിക്കണം. ഇത് സ്കിന്നിന് ഒരു ഗ്ലോ തരാനും അതുപോലെ പിഗ്മെന്റേഷൻ ടാനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ഞാൻ പയറുപൊടി വെച്ചിട്ടാണ് കഴുകി കളയുന്നത്. അങ്ങനെ ആ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ആക്ച്വലി വൺസ് വീക്ക് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബോഡിക്കും മൈൻഡിനും ഒക്കെ അടിപൊളിയാണ്. നല്ല റിലാക്സേഷൻ കിട്ടും. അതുപോലെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ അടിപൊളിയാണ്. പിന്നെ എല്ലാ ദിവസവും കുളി കഴിഞ്ഞിട്ട് മസ്റ്റായിട്ട് ഒരു മോയ്സ്ചറൈസർ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്.